കുറുക്കഞ്ച ചിരിയുള്ള കൗശല മുഖമുള്ള പുതു സ്ഥാനാർത്ഥിക്ക് അനവധി വേദികളിൽ തിരക്കിട്ട് നടക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കുറുക്കഞ്ച ചിരിയുള്ള കൗശല മുഖമുള്ള പുതു സ്ഥാനാർത്ഥിക്ക് അനവധി വേദികളിൽ തിരക്കിട്ട് നടക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി പാട്ടിനെ മുഖമുള്ള മണ്ണവളൻ പയ്യൻ സുന്ദരനായൊരു പരിഹാരം സുന്ദരിമാരുടെ രാജകുമാരൻ കുറുക്കഞ്ച ചിരിയുള്ള കൗശല മുഖമുള്ള പുതു സ്ഥാനാർത്ഥിക്ക് അനവധി വേദികളിൽ തിരക്കിട്ട് നടക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി പൊന്നാറിന്റെ കുട്ടികളെ ആ ചീനിമരത്തിന്റെ തോട്ടുക്ക് നോക്കി എന്താണ് ഒരു മഴ പെയ്ത് ചോർന്ന മാതിരി ഉണ്ട്. ആ കേട്ടിരുന്ന ആൾക്കാരൊക്കെ നീച്ചോടിയില്ല. അല്ല ആരോ കരയുന്നുണ്ടല്ലോ. ശ്രദ്ധിച്ചു നോക്കി ഒരാള് കരയുന്നുണ്ടല്ലോ. ആരൊക്കെ ഒച്ച കേട്ടിട്ട് ആളെ മനസ്സിലായില്ലേ? ഏട്ടോ അത് നമ്മളെ CITUവിന്റെ കണ്ണൻകുട്ടി സഖാവാണെന്ന്. ഓനെന്തിനാ ഇങ്ങനെ ചീറിലെന്ന്? ഓൻ കോട്ടയത്ത് സമ്മേളനത്തിന് പോയപ്പം റെഡ് വളണ്ടിയർമാര് പിടിച്ചെന്നോ അടിച്ചെന്നൊക്കെ പറയുന്നത് കേട്ട്. പിന്നെ ഈ സഖാക്കളെ വർത്താനം വല്ലാതെ ചതുരം വെച്ച് ഈ ബായിക്കാക്ക് പറയാൻ അറിയാത്തോണ്ട് ഇത് ഹൈദ്രൂവിനോട് ചോദിച്ചോക്ക്. നാസറേ, ഞങ്ങളെ പാർട്ടിയിൽ ഗ്രൂപ്പ് ഇല്ലാന്ന് എനിക്കറിയാലോ. പിന്നെ സഖാക്കള് ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വായിക്ക ഞങ്ങള് കയ്യും കെട്ടി നോക്കി നിൽക്കണോ? ഹൈദ്രോജ് ആവേശം കൊള്ളല്ല. അന്റെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ മധുകിന്റെ ഹൈദ്രോജ് നമ്മളെ ചായപ്പിടിയിലിരുന്ന് പറയരുത്. നിങ്ങളെ കോട്ടയം സമ്മേളനത്തിൽ അന്ന് എന്താ അവിടെ നടന്നതെന്ന് ഞമ്മളൊക്കെ ഇവിടെ TV കണ്ടതാ. ഏത് സമ്മേളനത്തിൽ കോട്ടയം നഗരിൽ അടിച്ചാടിത്തമ്മാടിക്കൂട്ടം. സമ്മേളനത്തിൽ കോട്ടയം നഗരിൽ അടിച്ചാടിത്തമ്മാടിക്കൂട്ടം. പിണറായി VS ഗ്രൂപ്പ് പറഞ്ഞവർ തച്ചു തകർത്തു സകലം. അടിച്ചു തകർത്തവർ ധരിച്ചവർ സ്ത്രീകളെ പോലും കയ്യേറ്റം ചെയ്തു. പിണറായി വിജയന്റെ വാക്കത് കേട്ടവർ പാവങ്ങളെ പോലും ആക്രമിച്ചു. ആയിരത്തോളം വരും വാഹനങ്ങളും തല്ലിത്തകർത്തു ഈ ഗുണ്ടസംഘം. DSനെ പോലും വിസ്തരിച്ചിട്ടവർ കെട്ടിയിലിറക്കുവാൻ കൂട്ടി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ റെഡ് വളണ്ടിയർ ബസ്സിൽ പിടിച്ചു ചെന്നായ്ക്കളെ പോൽ. പാർട്ടി സമ്മേളനത്തിലോളം കണ്ടില്ല ഇത്തരം പേക്കൂത്തുകൾ. കണ്ടില്ല ഇത്തരം പേക്കൂത്തുകൾ. കണ്ടില്ല ഇത്തരം പേക്കൂത്തുകൾ. ഹൈദ്രോ, നിങ്ങളെ സഖാക്കളെ സമ്മതിക്കണം. പിണറായി വിജയൻ പറയേണ്ട താമസം പെരുമാറിയില്ല ചെക്കന്മാര്. അതും നല്ല മർമ്മം നോക്കിയുള്ള അടി. പൊന്നാറിന്റെ നാസറേ, നമ്മളെ കണ്ണൻകുട്ടി സഖാവിനെ അനക്കറിയില്ലേ? കള്ള് കുടിച്ചാൽ ഓനക്കെന്ത് പാർട്ടി എന്ത് പാർട്ടിക്കാര്. പള്ളന്റെ ഉള്ളിൽ കിടക്കണ കള്ളിന് അറിയില്ലല്ലോ നാസറേ ഊരക്ക് കിട്ടാൻ പോണ ചവിട്ടിന്റെ ഊക്ക്. എന്റെ നാസറേ ഇജ്ജി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാ. ഇതൊക്കെ ഇവിടെ വെറുതെ ആ പാർട്ടി കളിച്ച് നടന്നിരുന്ന റെഡും ഫോൺ റൂട്ടിരുന്ന ആ റൂമില്ലേ, ആ റൂമിൽ നമ്മളെ കുരുക്കള് ഒരു ചവിട്ടി വെച്ചിലും മർമ്മ ചികിത്സയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നൊന്നൊരാൾ ഇപ്പൊ നമ്മളെ കണ്ണൻകുട്ടി കുരുക്കളെ മുമ്പിൽ ചവിട്ടാൻ വേണ്ടി ഉഴിഞ്ഞു കിടക്കാൻ വേണ്ടി കിടന്നു കൊടുക്കുകയാണ്. 2-2.5 കൊല്ലായി കാണിക്കാത്ത ഡോക്ടർമാർ ആരുമില്ല, ഒരു കുറവുമില്ല. എന്റെ വഹയ അങ്ങനെ പറയല്ലേ നാസറേ. പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കണേ നല്ല അഭ്യാസികളായ ചെക്കന്മാരെ ചവിട്ടല്ലേ. നാസറേ, അനക്കറിയില്ലേ നമ്മളെ CITUവിന്റെ കണ്ണൻകുട്ടീനെ ഉഴിച്ചിലിന് വേണ്ടി കിടന്നു കൊടുക്കുമ്പം വേദന അറിയാതിരിക്കാൻ വേണ്ടി നല്ലോണം കള്ളു കുടിച്ചിട്ടാണ് കണ്ണൻകുട്ടി കുരുക്കളെ മുമ്പിൽ ഒഴിയാൻ കിടന്നു കൊടുക്കാറ്. ഉഴിച്ചിലൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇന്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് തൈര് കുടിച്ച് ആ മൂടിറങ്ങിയതിനു ശേഷം നമ്മളെ കണ്ണൻകുട്ടി പുഴയിൽ കുളിക്കാൻ പോകുള്ളൂ. ഓന്റെ റബ്ബേ, പറഞ്ഞു ഇതാ കൊടുത്തില്ല. പേരന്റെ വരവ് നോക്കി വെള്ളത്തിൽ ബ്ലേഡ് ഇട്ട മാതിരി അതാ കണ്ണൻകുട്ടി വരണേ. അതാ കുപ്പി കള്ളം കുപ്പി മധു
മധുര കുപ്പി, മുന്തിരി കുപ്പി, കള്ളും കുപ്പി, മധുര കുപ്പി. ആളെ മയക്കിട കുപ്പി, പാൽ കഴിക്കണ കുപ്പി, എന്ത് നടത്താനും കുപ്പി, ആ ബന്ധ് നടത്താനും കുപ്പി, പാട്ടി തല നടത്താനും കുപ്പി. എന്തിനുമേതിനും കുപ്പി, പാർട്ടി സഖാക്കൾക്ക് കുപ്പി. എന്തിനുമേതിനും കുപ്പി, പാർട്ടി സഖാക്കൾക്ക് കുപ്പി. ആളെ മയക്കിട കുപ്പി, ആളെ കറക്കിട കുപ്പി, അടിച്ചു പൊളിക്കാനും കുപ്പി, ഈ കണ്ണൻ കുട്ടിട കുപ്പി. കണ്ണൻകുട്ടിയെ അടിച്ചു പൊളിക്കാൻ അങ്ങോട്ട് വാ. കേറി വാ, കേറി വാ. അവിടെ നിന്ന് മുട്ടിയേ. സലാം സലാം സലാം. ഇന്ന് നമ്മളെ കുരുക്കളെ ചവിട്ടി വെച്ചില് നല്ലോണം ഉഷാറായിട്ടുണ്ട്. മർമ്മം നോക്കിയിട്ടാണ് മൂപ്പരുടെ ചവിട്ട്. എന്തായാലും വായിക്ക പെട്ടെന്ന് ആ ഒരു ഗ്ലാസ് തൈര് കെട്ടി തരും. ഇന്ന് ഒരുപാട് ബൂത്ത് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. എന്റെ കണ്ണൻകുട്ടി ഒന്ന് സബൂറാക്ക്. ഇപ്പൊ ഇരിക്കാനും നിൽക്കാനൊന്നും അനക്ക് നേരമില്ലല്ലോ. അല്ലെങ്കിൽ 24 മണിക്കൂറും നമ്മളെ ചായപ്പീടിയിൽ ഇത് ചൊറിയും കുത്തിയിരിക്കും. വായിക്ക നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ, ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. അത് മാത്രമല്ല ഇന്ന് എനിക്കൊരു അളവുണ്ട്. അത് നിങ്ങളോട് പറയില്ല. നിങ്ങൾ മറ്റേ പറമ്പച്ചോടക്കാരോട് പറഞ്ഞു കൊടുത്ത് വിത്തനുണ്ടാക്കും. ഓന്റെ കണ്ണൻകുട്ടിയെ, നിങ്ങൾ മുതല് കച്ചവടക്കാരെ കൊണ്ട് നടക്കാൻ വയ്യ. നമ്മളെ നാട്ടില് ഭൂമിക്ക് വില കയറ്റി 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 എവിടെ വരെ എത്തിക്കും നിങ്ങള്? എന്റെ കണ്ണൻകുട്ടിയെ അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ കൊട്ടിഘോഷിച്ച് നിങ്ങൾ നടത്തിയ മൂന്നാർ ഓപ്പറേഷൻ അന്ന് അച്യുതാനന്ദൻ ദീപ് പറഞ്ഞു എങ്ങനെ? മൂന്നാറിലെ ഹരോ ഹര അച്ചുമാമൻ ഹരോ ഹര. കോലം കെട്ടൊരു ഇടയന്മാരുടെ ഭരണം പേരണ നാട്, മാനം കെട്ടൊരു നേതാക്കന്മാർ കോടികൾ നേടണ ഭരണം. അന്ന് മൂന്നാറിന്റെ കുന്നിൻ മേലെ നടപടിയെടുത്ത നേരം, കേരളമാകെ അന്തം വിട്ടൊരു വാർത്തകൾ കണ്ട നേരം. ഇന്ന് മാധ്യമക്കാരെ അടക്കി നിർത്താൻ കേരള നാട്ടിൽ കുട്ടി സഖാക്കൾ കാടും മലയും പുഴയും കേറി അടക്കി ഭരിക്കണ പാർട്ടിക്കാരാണ് അച്ചുമാമൻ ഹരോ ഹരാവോ, ജെസിബിയെ ഹരോ ഹരാവോ, പിണറായിയെ ഹരോ ഹരാവോ, സൈന്യത്തെ ഹരോ ഹരാ. കോലം കെട്ടൊരു ഇടതന്മാരുടെ ഭരണം പേരണതാണ്, മാനം കെട്ടൊരു നേതാക്കന്മാർ കോടികൾ നേടണ ഭരണം. അന്ന് മൂന്നാറിന്റെ കുന്നിൻ മേലെ നടപടിയെടുത്ത നേരം, കേരളമാകെ അന്തം വിട്ടൊരു വാർത്തകൾ കണ്ട നേരം. ഇന്ന് മാധ്യമക്കാരെ അടക്കി നിർത്താൻ കേരള നാട്ടിൽ കുട്ടി സഖാക്കൾ കാടും മലയും പുഴയും കേറി അടക്കി ഭരിക്കണ പാർട്ടിക്കാരാണ് അച്ചുമാമൻ ഹരോ ഹരാഹോ, ജെസിബിയെ ഹരോ ഹരാഹോ, പിണറായിയെ ഹരോ ഹരാഹോ, സൈന്യത്തെ ഹരോ ഹരാ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ പോയിട്ട് വേറെ പടി താനൊന്ന് അടങ്ങി നിൽക്കണോ, ഞാനൊന്ന് മുഴുവൻ പറയട്ടെ. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം വന്നതിനു ശേഷം എല്ലാ ഭൂമാഫിയകളെയും യുദ്ധകാലടിസ്ഥാനത്തിൽ ഞങ്ങൾ പിടിച്ചെടുത്ത് പൊളിച്ചെടുക്കും.